ചോറ് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ചോറല്ല പ്രശ്നം. ഇന്നത്തെ ഒന്നാമത്തെ പ്രൊഡക്ഷൻ രീതികൾ, ആഴ്സനിക്കിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് ചോറിൽ. പിന്നെ ഞാനെപ്പോഴും ചിന്തിക്കാറുള്ള കാര്യവും നമ്മളുടെ ചില ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട്, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്, പ്രത്യേകിച്ച് ഈ ജെനറ്റിക്സിനെ കുറിച്ച് കൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡയറ്റ് പ്ലാൻ മാറ്റി പുതിയൊരു ഡയറ്റ് പ്ലാനിലേക്കൊക്കെ തീർത്തും വിഭിന്നമായിട്ടുള്ളൊരു പ്ലാനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് പലപ്പോഴും വലിയ ഡേഞ്ചറുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചില ആൾക്കാർ ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റിലേക്ക് പോകും, ഹൈ ഫാറ്റ് ഡയറ്റിലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേറെ ചില ഹെൽത്ത് ചാലഞ്ചസ് വരുന്ന കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ ജനറ്റിക് പ്രൊഫൈൽ, ഇപ്പോൾ ജീൻ ടെസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ജനറ്റിക് പ്രൊഫൈലിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഓരോ ഫാറ്റ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഇതിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ശരീരത്തിന് അബ്സോർബ് ചെയ്യാവുന്ന ലെവലിലാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില ആൾക്കാർക്ക് ഇപ്പോൾ ഫാറ്റ് മെറ്റബോളിസം അതുമായി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ ഇമ്പയർഡ് ആയിരിക്കുക എന്ന് വെച്ചാൽ അത് ഫംഗ്ഷനിങ് അല്ല, പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് അല്ല. അങ്ങനെയുള്ള ഇഷ്ടം പോലെ കേസുകൾ നമ്മൾ കാണാറുണ്ട്. അവർ ഹൈ ഫാറ്റ് ഡയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലപ്പോൾ കിഡ്നി ഡാമേജോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് പോയെന്ന് വരാം. Watch full video on ABC Malayalam.